കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. പല ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് അനേകായിരം ആളുകൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഈ പ്രോഗ്രാം എത്രയോ അനുഗ്രഹമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഇത് പഠിക്കുവാൻ തന്ന ഈ അവസരത്തെ കർത്താവേ ഞങ്ങൾ വളരെ വിലയുള്ളതായി കാണുന്നു. ഇത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാ കേൾവിക്കാരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ശാരീരികമായിട്ട് ക്ഷീണമുള്ളവർ, രോഗമുള്ളവർ, ബലഹീനര് എല്ലാവരെയും അപ്പച്ചൻ്റെ കൈകളിൽ തരുന്നു. ആരോഗ്യവും ബലവും ദീർഘായുസ്സും നൽകണമേ. രോഗശാന്തി നൽകണമേ. വചനം ഗ്രഹിപ്പാൻ കൃപയും ജ്ഞാനവും നൽകണമേ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ വീടുകളിൽ ഇറങ്ങിച്ചെല്ലണമേ. യേശു അവരെ തൊടുന്നതായിട്ട് അവർക്ക് ബോധ്യമാക്കണമേ. ഒരത്ഭുതം ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണമേ പിതാവേ. അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കർത്താവ് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ബൈബിൾ ക്ലാസ് തുടരുന്നു. ഇത് തുടർച്ചയായിട്ട് പോകുന്ന ഒരു വേദ പഠന പ്രോഗ്രാമാണ്. നിരന്തരമായി കാണുവാൻ അപേക്ഷിക്കുന്നു. 12-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. 107-ാമത്തെ പേജ്. അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ വന്നു. ഒൻപതാം വാക്യം. അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനുമായിട്ടും വന്നു. ലാസർ ഉയർത്തെഴുന്നേറ്റതിനാൽ ഒരു വലിയ ജനക്കൂട്ടം ഇതാ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. വാക്യം 10. അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കയാൽ ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. ഒരിക്കൽ മരിച്ചിട്ട് യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിനെ കൊല്ലണമെന്നാണ് ഇപ്പം മാതാപുരോഹിതന്മാർ പറയുന്നത്. അപ്പോൾ യേശു ഉയർപ്പിക്കുന്നു, പുരോഹിതന്മാർ കൊല്ലുന്നു. വാസ്തവത്തിൽ പുരോഹിതന്മാർ എന്തിനു വേണ്ടി ജീവിക്കുന്നു? മതങ്ങൾ എന്താ മനുഷ്യന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശു മതങ്ങൾ ഈ ലാസറിനെ നന്നായിട്ട് ശവടക്കി. യേശു വന്ന് ആ സെമിത്തേരി തുറന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവര് വീണ്ടും അവനെ വേഗത്തിൽ സെമിത്തേരിയിലാക്കാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കിത് ഇന്നും കാണാം. ആളുകളെ സെമിത്തേരിയിൽ എത്തിക്കുക എന്നതാണ് ഒരു കൂട്ടം ആളുകളുടെ പ്രധാന ജോലി. എന്നാൽ സെമിത്തേരിയിൽ നിന്ന് ആളുകളെ പുറത്തു കൊണ്ടുവരികയാണ് യേശുവിൻ്റെ ജോലി. ഇത് പ്രസംഗത്തിന്റെ ഒരു ഭാഷയിൽ പറയുകയല്ല, സത്യം ഇതാണ്. മതങ്ങൾ മനുഷ്യനെ സെമിത്തേരിയിലെത്തിക്കുന്നു. യേശു മനുഷ്യനെ കല്ലറ തുറന്ന് പുറത്തു കൊണ്ടുവരുന്നു. വാക്യം 12. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നു ഒരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. വിമർശനവും കൊലപാതകവും ഒരു വശത്ത് നടക്കുമ്പോൾ അപ്പുറത്തൊരു വലിയ പുരുഷാരം യേശുവിനെ എതിരേൽക്കാൻ വരുന്നു. അവരെന്താണ് കയ്യിലെടുത്തിരിക്കുന്നത്? ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഈത്തപ്പനയുടെ കുരുത്തോല പെരുന്നാള് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു പ്രത്യേക ദിവസത്തിൽ ആളുകളെല്ലാം ഓല പിടിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പോകുന്നു, ഓല പിടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. അതൊരു വലിയ ചടങ്ങാണ്. ഇവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം, ഈ ഭാഗത്ത് നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ഞാൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് വിവരിച്ച് മറ്റു മതങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ബൈബിൾ സത്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. അർത്ഥമില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ ടെലിവിഷനിൽ ഞങ്ങൾ
ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു. അപ്പൊ കൊല്ലുവാൻ ഒരു കൂട്ടം ആളുകൾ ആലോചിക്കുമ്പോൾ വലിയ വരവേൽപ്പ് നൽകുകയാണ് മറ്റൊരു ഗ്രൂപ്പ്. പതിനാലാം വാക്യം. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. യേശുതമ്പുരാൻ മശീഹയായി ഭൂമിയിൽ വരുമ്പോൾ കഴുതയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് പോകുമെന്ന്. കഴുത പ്രവാചകന്റെ വാഹനമാണ്, കുതിരയാണ് രാജാവ് ഉപയോഗിക്കുന്നത്. എന്നാൽ യേശു പ്രവാചകനുമാണ്, പുരോഹിതനുമാണ്, രാജാവുമാണെന്ന് തെളിയിക്കാൻ വേണ്ടി യേശു കഴുതപ്പുറത്ത് കയറിയപ്പോൾ അവൻ പ്രവാചകനായി. ഭയങ്കരമായ എതിരേൽപ്പ് നാട്ടുകാർ കൊടുത്തപ്പോൾ അവൻ രാജാവായി. അവൻ ദേവാലയത്തിലോട്ട് കയറിയപ്പോൾ അവൻ പുരോഹിതനുമായി. രാജാക്കന്മാർക്ക് ദേവാലയത്തിലൊരു പങ്കില്ല. രാജാക്കന്മാർ കഴുത വാഹനമൃഗമായിട്ട് എടുക്കത്തില്ല. അപ്പോൾ കഴുത പ്രവാചകന്റെ വാഹനം. വഴിയിൽ ഓലയും ഇലകളും കമ്പുകളും വെട്ടിയിട്ട് എതിരേൽക്കുന്നത് പ്രവാചകനെയല്ല, പുരോഹിതനെയല്ല, രാജാവിനെയാണ്. അപ്പൊ എതിരേൽപ്പിൽ അവൻ രാജാവ്, അല്ലെങ്കിൽ വരവേൽപ്പിൽ അവൻ രാജാവ്, വാഹനമൃഗത്തിൽ അവൻ പ്രവാചകൻ, ദേവാലയത്തിൽ അവൻ പുരോഹിതൻ. പഴയ നിയമത്തിൽ 3 പ്രധാനപ്പെട്ട ഉദ്യോഗമാണ് ദൈവമാക്കി വെച്ചത്. 1 രാജാവ്, 2 പുരോഹിതൻ, 3 പ്രവാചകൻ. ദൈവത്തിന് പകരം ഭരണം നടത്തുന്നത് രാജാവ്. ദൈവത്തിന്റെ ദൂത് മനുഷ്യനോട് അറിയിക്കുന്നവൻ പ്രവാചകൻ. ദൈവത്തിന്റെ കാര്യം, മനുഷ്യന്റെ കാര്യം ദൈവത്തോട് പറയുന്നവൻ പുരോഹിതൻ. ഇത് 3 കൂടെ ചെയ്യുന്ന ഒരാളുണ്ട്. ആളാണ് യേശുക്രിസ്തു. അവൻ പ്രവാചകൻ, അവൻ പുരോഹിതൻ, അവൻ രാജാവ്. ഇത് പണ്ട് ചില ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്ത് കാണുകയില്ല. ഈ പ്രോഗ്രാമിന്റെ ആദ്യ നാളുകളിൽ ഈ ഭാഗം ഞങ്ങൾ എടുത്തതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിനെ കാണാൻ പോയ രാജാക്കന്മാർ അല്ലെങ്കിൽ വിദ്വാൻമാർ കൊണ്ടുപോയ 3 സാധനങ്ങൾ ഈ അർത്ഥം കാണിക്കുന്നു. പൊന്ന്, മൂര്, കുന്തുരുക്കം. പൊന്ന് രാജത്വത്തെയും, കുന്തുരുക്കം പുരോഹിതനെയും, മൂര് പ്രവാചകനെയും കാണിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കിവിടെ തന്നെ വരാം. 12:14. ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇതവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് തങ്ങൾ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് സംഭവിച്ചു? യേശുവിനെ കൊല്ലുവാനുള്ള ഗ്രൂപ്പ് ശക്തമായി വരിക. എന്നാൽ യേശുവിനെ അനുകൂലിക്കുന്നവരുടെ ഗ്രൂപ്പ് അതിനേക്കാൾ ശക്തമായി വരികയാണ്. ഇനി ഏതാ വലുത്, ഏതാ സ്ട്രോങ് എന്ന് ഇവിടെ ഒരു ചോദ്യം. ശ്രദ്ധിച്ചോളൂ. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. അവിടെ നിന്ന ആളുകൾ യേശുവിനെ എതിരേറ്റ് പോകുന്ന കേട്ടപ്പോൾ പരീശന്മാരുടെ ഉള്ളിൽ ഭയം വന്നു. നമുക്കൊന്നും സാധിക്കുന്നില്ല, ജനമെല്ലാം അവന്റെ കൂട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വധിക്കുവാൻ ആഗ്രഹിച്ച ആളുകൾക്ക് മനസ്സിലായി, യേശുവിന്റെ മാർഗത്തെ വധിക്കാൻ കഴിയുകയില്ല. 2007 ആണ്ടിലും യേശുവിന്റെ പിന്നാലെ ഉള്ള ജനസംഖ്യ വളരെ കൂടുതലാണ്. ക്രിസ്ത്യാനി എന്ന പേരുള്ളവർ മാത്രമല്ല, കുരിശും തൊട്ടിയോ ഉപയോഗിക്കുന്നവർ മാത്രമല്ല, അറിഞ്ഞും അറിയാതെയും ജനലക്ഷങ്ങൾ യേശുവിന് പിന്നാലെ വരുന്നുണ്ട്. ഈ മാർഗത്തെ ഇനിയും അവസാനിപ്പിക്കാൻ കഴിയുകയില്ല എന്ന്
പരീശന്മാർ അന്ന് പറഞ്ഞത് ഇന്ന് എത്രയോ സത്യമാണ്. മതമോ ജാതിയോ രാഷ്ട്രീയമോ കക്ഷിയോ ഇല്ലാതെ ആളുകൾ യേശു എന്ന നാമത്തിന്റെ പുറകിൽ അണിനിരക്കുന്നു. ഇത് ഇക്കാലത്ത് കൂടുതൽ സത്യമാണ്. നമുക്ക് മുന്നോട്ട് പോകാം. നാം ഇപ്പോൾ നിൽക്കുന്നത് യോഹന്നാൻ 12:19 20 പോകാം. പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. പെരുന്നാളിൽ ഒരുപാട് ആളുകൾ വരും. ആ കൂട്ടത്തിൽ യവനന്മാരുണ്ടായിരുന്നു, ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ ഫിലിപ്പോസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യനെ പിടിച്ചു. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. കണ്ടോ, യേശുവിനെ വധിക്കാൻ ഒരു ഗ്രൂപ്പ് ഒരുങ്ങുന്നു. പക്ഷേ അന്വേഷകർ കൂടി വരിക. ഇപ്പത്തെ വെളിയിലേക്ക് പോയി ഗ്രീക്കർ വന്നിട്ട് പറയാ, യേശു എന്നൊരാളെ കുറിച്ച് കേട്ടല്ലോ, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഒരു അപ്പോയിന്റ്മെന്റ് തരുമോ? ഒരു ശിഷ്യനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. 22 ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസ് ഫിലിപ്പോസിനെ കൂടെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കൽ ചെന്നു. ഇതാണല്ലോ ഇന്നും നടക്കുന്നേ. യേശുവിന്റെ അടുത്ത് നേരിട്ട് പോകാൻ ആളുകൾക്ക് ഭയമാണ്. ഞങ്ങൾക്ക് യേശുവിന്റെ അടുത്തൊന്നും പോകാൻ പേടിയാവുകൊണ്ട് ഞങ്ങള് മാതാവിന്റെ അടുത്തോട്ടൊന്ന് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യവാളിന്റെ അടുത്തോട്ട് പോവാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ന്യായമായൊരു കാര്യമാണ് കേട്ടോ. തെറ്റൊന്നുമാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു സത്യം മനസ്സിലാകും. യേശുവിന് അത് താല്പര്യമല്ല. നിങ്ങൾ ചുറ്റിക്കറങ്ങി പലരെയും കൂട്ടി വരുന്നത് യേശുവിന് ഇഷ്ടമല്ലെന്ന് ബൈബിൾ വ്യക്തമാണ്. യേശു പറയുന്നത്, ഞാൻ മനുഷ്യനായി രാജകൊട്ടാരത്തിലല്ല വന്നത്, പശുത്തൊഴുത്തിലാണ് കിടന്നത്. എന്തിനാണെന്നറിയാമോ? ഏറ്റവും പാവപ്പെട്ടവനും എന്നെ കാണാൻ ഒരു മൂന്നാമൻ വേണ്ടി വരരുത്. ഏറ്റവും ഈ പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ പ്രശ്നം? പണം മാത്രമല്ല, അവന് ഭയമാണ്, അവന് നാണമാണ്. അപ്പൊ അവന് പോലും യേശുവിന്റെ അടുക്കൽ വരാനായിട്ട് ഉള്ള വാതിലുകൾ തുറന്നു കെടുത്തുകൊണ്ടാണ് യേശു ഈ കാലിത്തൊഴുത്ത് തെരഞ്ഞെടുത്തത്. അപ്പോ യേശു മനുഷ്യനായതും കാലിത്തൊഴുത്തിൽ ജനനം ഉറപ്പുവരുത്തിയതും എന്തിനാണോ അത് നടക്കുന്നില്ല നമ്മൾ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ ഒരു സ്വഭാവം അത്. നമുക്ക് എല്ലാറ്റിനും ഒരു മൂന്നാമനുണ്ട്, ഒരു ബ്രോക്കർ രീതിയാണ് നമ്മളെല്ലാത്തിനും. നോക്കൂ, യവനന്മാർ വന്ന് നേരിട്ട് യേശുവിന്റെ അടുക്കലോട് പോകാൻ അവർക്കൊരു ഭയം. ഉടനെ അവര് ചെന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസ് ഉടനെ അന്ത്രയോസിനോട് പറഞ്ഞു. ഇവർ രണ്ടും കൂടി ഈശോമിശിഹായുടെ അടുക്കൽ ചെന്നു. നോക്കൂ 23 യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാക്യം ഓർക്കുന്നുണ്ടോ? യേശുവിന്റെ സാന്നിധ്യം എപ്പോഴും ലഭ്യമാകുമെന്ന് ധരിക്കരുത്. യേശു പറയാ, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. വാക്യം 24 ഇനിയുള്ള വാക്യം യേശു എടുത്തു പറയുകയാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഒരു പ്രസ്താവനയാണ് യേശു ഇപ്പോൾ ചെയ്തത്. നമ്മൾ തുടർച്ചയായി പഠിച്ചു വരുന്ന ഭാഗങ്ങൾ ഒക്കെ അവിടെ ഒന്ന് നിർത്തിയിട്ട് ഈ ഒരു വാക്യം നമുക്കൊന്ന് പഠിക്കാം. ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകൾ യേശുവിനെ കാണാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ കൊതിയോടുകൂടെ വന്നു. അവർക്ക് നേരിട്ട് പോകാൻ അറിയാത്തതുകൊണ്ട് അവർ യേശുവിന്റെ ശിഷ്യന്മാരോട് വിവരം പറഞ്ഞു. ശിഷ്യന്മാര് യേശുവിനോട് ചെന്ന് പറഞ്ഞു, യവനന്മാർ വന്നിട്ടുണ്ട്, നിന്നെ കാണാനായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നു. യേശു പറയുകയാണ്, എന്റെ സമയം ഇവിടെ തീരുക.
മനുഷ്യപുത്രൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെടാനുള്ള സമയമായി. അതാദ്യം പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നേ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എന്താ യേശു ഇങ്ങനെ പറഞ്ഞത്? ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വന്ന ആളുകൾ ആരാണ്? ഇതാണ് യേശുവിന്റെ അടുക്കൽ ഏത് കാര്യത്തിന് ചെന്നാലും ആളെ മനസ്സിലാക്കിയിട്ടാണ് മറുപടി പറയുന്നത്. ആളുടെ സ്വഭാവം, ആളുടെ രീതിയൊക്കെയാണ്. ശമരിയ സ്ത്രീയോട് പറഞ്ഞതുപോലെ അല്ല നിക്കോദീമോസിനോട് പറഞ്ഞത്. നിക്കോദീമോസിനോട് പറഞ്ഞ പോലെയല്ല ധനവാനായ മനുഷ്യനോട് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരുടെയും മനോഭാവം അറിഞ്ഞിട്ടാണ് യേശു സംസാരിക്കുന്നത്. ഇവിടെ വന്നതാരാണെന്നറിയാമോ? നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ കൊല്ലം മുമ്പാണിത് നടന്നത്. ലോകത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം വിദ്യാഭ്യാസമുള്ള, പരിഷ്കാരമുള്ളവർ വളരെ കുറവുള്ള അക്കാലത്ത് ബുദ്ധിജീവികളും ചിന്തകന്മാരും മാത്രം പാർക്കുന്ന നാടാണ് ഗ്രീസ്. വലിയ തത്വജ്ഞാനികൾ ജനിച്ചു വീണത് അവിടെയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഫിലോസഫേഴ്സ് ഗ്രീക്കരാണ്. ഗ്രീക്ക് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇന്നും അതിന് ഭയങ്കര അംഗീകാരമുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് യേശുവിൻ്റെ ഒരു പ്രഭാഷണം കേട്ടേച്ച് പോവുകയോ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ട് പോവുകയോ അപ്പം നുറുക്കി തിന്നിട്ട് പോകുകയൊന്നും അല്ല ചെയ്തത്. പോട്ടെ, ഒരു ഗ്രീക്കുകാരൻ അവന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നല്ല ഈ പറയുന്നത്. എന്റെ അമ്മയ്ക്ക് പനിയാണ്, ഈശോയെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്നല്ല പറഞ്ഞത്. അതാണ് പ്രശ്നം. യേശു എന്തുകൊണ്ടാണ് ഗ്രീക്കരുടെ ഈ അന്വേഷണത്തെ നിരുത്സാഹപ്പെടുത്തിയത്? എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും വായിക്കാം. പെരുന്നാളിൽ വന്നവരിൽ യവനന്മാരിൽ ഉണ്ടായിരുന്നു. അവരിൽ ചിലർ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. രോഗശാന്തി വേണമെന്നല്ല, വസ്തു വീതം വെക്കണമെന്നല്ല, ഈ വക പ്രശ്നങ്ങളൊന്നുമല്ല. അവർ പറയുന്നത് ഞങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം. എന്താണ് അവരുടെ ലക്ഷ്യം എന്നറിയാമോ? അവർ ഒരു തികവുറ്റ മനുഷ്യനെ അന്വേഷിക്കുന്ന ഗ്രൂപ്പാണ്. അവരെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഇടയിലെ ഒരു വലിയ ജ്ഞാനി നല്ല പകലുള്ള ഉച്ച നേരത്തൊരു റാന്തൽ വിളക്ക് കത്തിച്ചിട്ട് പട്ടണത്തിലൂടെ പോയത്രേ. അപ്പൊ ജ്ഞാനിയായ ഈ മനുഷ്യൻ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ആളുകൾ പുറകെ ചെന്ന് ചോദിച്ചു, സാർ എന്താണ് അന്വേഷിക്കുന്നത്? അദ്ദേഹം തല ഉയർത്തി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആളുകൾക്കൊന്നും മനസ്സിലാകുന്നു, ഇതെന്താ ഇങ്ങനെ പറയുന്നേ? അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും, സാർ ഇതെന്താ നിങ്ങൾ ഈ ഉച്ചയ്ക്ക് വിളക്ക് കത്തിച്ചുകൊണ്ട് പോണത്? ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. ഇത് വലിയ പ്രസിദ്ധമായ വാക്കാണ്. എന്താണ് അദ്ദേഹം ജ്ഞാനിയായ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞതെന്നറിയാമോ? ടൈയും കെട്ടി, സൂട്ടുമിട്ട്, കാറുമോടിച്ച്, കള്ളും കുടിച്ച്, സൗന്ദര്യമുള്ള സ്ത്രീകളുമായി ലോകത്തിലൂടെ യാത്ര ചെയ്യുന്ന കോടിക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ട് ഈ തത്വജ്ഞാനി പറയുന്നു, ഇവരാരും മനുഷ്യരല്ല, പിന്നെന്താ മൃഗാണോ? അത് തന്നെ അദ്ദേഹം ചോദിക്കുന്നേ. മനുഷ്യത്വമില്ലാത്ത മനുഷ്യരെ കൊണ്ട് മനുഷ്യ സമൂഹം നിറഞ്ഞു കിടക്കുമ്പോൾ തത്വജ്ഞാനിയിൽ കേമനായ ഒരുവൻ സമൂഹത്തിൽ ഒരു മനുഷ്യനെ ടോർച്ചടിച്ചു നോക്കുക. ആ ടോർച്ചുമായിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്ലൂ പിടികിട്ടിക്കണം. അതെ, മനുഷ്യരിലെ മനുഷ്യത്വം അന്വേഷിക്കുന്നവരാണ് തത്വജ്ഞാനികൾ. അവർ മനുഷ്യരെ തപ്പുന്നു. അവർക്ക് മതം വേണ്ട, അവർക്ക് സ്വർഗവും വേണ്ട, അവർക്ക് മനുഷ്യനും വേണം, ഭൂമിയും വേണം.
മനുഷ്യൻ, അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പോൾ മനുഷ്യൻ മനുഷ്യത്വമില്ലാതെ പ്രവർത്തിക്കുന്നു. മനുഷ്യ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ നടുവിൽ മനുഷ്യനുണ്ടോ? മനുഷ്യനുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? അങ്ങനെ വന്നപ്പോൾ ആരോ പറഞ്ഞു, കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യമാക്കിയവനും പാപം പാപമാണെന്ന് ആരുടെയും മുഖത്ത് നോക്കി പറയുന്നവനും ദരിദ്രനായ കുരുടനെ വഴിവെക്കത്ത് വെച്ച് സൗഖ്യമാക്കിയവനും എവിടെ തൊട്ടാലും നീതിയും വിശുദ്ധിയുമുള്ളവനായ യേശു എന്നൊരു മനുഷ്യൻ പലസ്തീനിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന വാർത്ത ഗ്രീക്കരറിഞ്ഞു. അവര് വിദേശികൾ വിവരമറിഞ്ഞിട്ട് അവരുടെ നാളുകളായിട്ടുള്ള തീർത്ഥയാത്ര, നാളുകളായിട്ടുള്ള അന്വേഷണത്തിന്റെ ഉത്തരം യേശുവിൽ കാണാൻ അവരാഗ്രഹിച്ചു. എന്നിട്ട് വന്നിട്ട് വളരെ സഭ്യമായി ഒരു ശിഷ്യനെ വിളിച്ചു. നിങ്ങളുടെ ഗുരുവായ യേശുവിനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? എന്തിനാണ്? അങ്ങനെ ഒരു മനുഷ്യനെ ഒത്തുകിട്ടിയാൽ അവനെ രാജാവാക്കാം. അവർക്ക് വേറെ ഇലക്ഷനൊന്നുമില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം യേശു പറയും, സംശയമില്ല. അപ്പൊ യേശുവിനെ പച്ചയ്ക്ക് രാജാവാക്കാനാണ് അവർ വന്നത്. ഇനിയാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം. ദൈവം നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ പ്രാർത്ഥിക്കാം. ഗ്രീക്കർ അന്വേഷിക്കുന്നു. ഫിലിപ്പോസും അന്ത്രയോസും കൂടെ ചെന്ന് പറയുക. ഇതിനു മുമ്പുള്ള കേസുകളൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ചെന്നിട്ട് യേശുവിനോട് പറയാണ്, കർത്താവ് വളരെ വേണ്ടപ്പെട്ട രണ്ടൊന്നും ആളുകൾ വന്നിട്ടുണ്ട്, നമുക്ക് അവരോടൊന്ന് സംസാരിക്കാൻ ഒരു സമയം വേണം. യേശുവിന്റെ മറുപടി കേട്ടോ. മനുഷ്യപുത്രത്തെ സ്വീകരിക്കപ്പെടാനുള്ള നാഴികയായി എന്ന് പറഞ്ഞാൽ ഇനി സംസാരിക്കാൻ സമയമില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അർത്ഥം എന്താണ്? എന്നെ ഇങ്ങനെ കൊണ്ടുപോയി രാജാവാക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഞാൻ വന്നത് മരിക്കാനാണ്. ഇതാണ് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. യേശു പറഞ്ഞ വാചകം ഞാൻ ഇപ്പോൾ അല്പം വിവരിക്കാം, ബാക്കി പിന്നീട് വിവരിക്കാം. ഒരു ഗോതമ്പ് മണി എത്ര നാള് അറയ്ക്കകത്ത് പെട്ടിക്കകത്ത് വെച്ചാലും അത് ഒന്നു മാത്രമായിരിക്കും. 10,000 കൊല്ലം സ്വർണപ്പെട്ടിക്കകത്ത് വെച്ചാലും അത് ഒറ്റ മണിയേ ആയിരിക്കത്തുള്ളൂ. യേശു പറയുന്നു, ഗോതമ്പ് മണി ആ പെട്ടിയിൽ നിന്നെടുത്ത് മണ്ണിലോട്ടിട്ടാൽ എന്നിട്ട് ചത്താൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നു എങ്കിൽ, എന്ന് പറഞ്ഞാൽ ആ ഗോതമ്പ് മണി നിലത്തോട്ട് ചേരും. അപ്പോൾ അതിനകത്തുനിന്നൊരു പച്ച തളിര് മുകളിലോട്ട് കയറി വരും. ആ ഒരൊറ്റ മണിയിൽ നിന്ന് 1000 മണി പുറത്തു വരും. ഇതാണ് യേശു പറഞ്ഞത്. നിങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ, ഈ യേശു ഇവിടെ മരിക്കും പാപികൾക്ക് വേണ്ടി. ആ രക്തത്തിൽ നിന്ന് 1000 മനുഷ്യർ, നല്ല മനുഷ്യർ, നിങ്ങൾ ഉദ്ദേശിച്ച നല്ല മനുഷ്യരുണ്ടല്ലോ, അതിനെ നിങ്ങളുടെ ഈ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും ഫിലോസഫി കൊണ്ടും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ എന്റെ മരണത്തിലൂടെ 1000 മണികൾ എഴുന്നേൽക്കും. ഇതിൽ കൂടി ഒരു ഫിലോസഫി എന്താ?